ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് തിരുവോണമായിട്ട് രാവിലെ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കള കുറച്ച് പണിയുണ്ടായിരുന്നു. ഞാൻ പണി ചെയ്ത സമയത്തിന് അവർ രണ്ടുപേരും കൂടി അത്തപ്പൂവിന് വേണ്ടിയിട്ടുള്ള പൂ ഇറുത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അത്തപ്പൂ ഇടുവാണ്. ഒത്തിരി വലിയ അത്തപ്പൂവൊന്നുമല്ല, ഒരു സിമ്പിളായിട്ടൊരു കുഞ്ഞ് അത്തപ്പൂവാണ് ഇടുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് വന്നിട്ട് സഹായിച്ചു തരുന്നുണ്ട്, പൂവെടുത്തിട്ട് വെച്ച് തരുന്നുണ്ട്. കുഞ്ഞിനും ഒരു രസം പൂവൊക്കെ എടുത്ത് വയ്ക്കാനും ഇടാനും ഒക്കെ. അതുകൊണ്ട് അവനും ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് തരുവാണ്. നിങ്ങളുടെ സിമ്പിൾ അത്തപ്പൂ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. ഇവിടെ കുറച്ച് ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ അത്തപ്പൂവിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവരും അത്തപ്പൂവൊക്കെ രാവിലെ ഇട്ടോ? അതൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള ഒക്കെ റെഡിയാക്കുവാണ്. രാവിലെ തന്നെ ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ ഇപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓമയ്ക്കയും ഒക്കെ അരിയുവാണ്. എല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കിയായിരുന്നോ? ഞങ്ങൾ ഈ പ്രാവശ്യം ബാംഗ്ലൂരാണ് ഓണം ആഘോഷിച്ചത്. എല്ലാ പ്രാവശ്യവും നാട്ടിൽ ആഘോഷിക്കുന്നത്, പക്ഷേ ഈ പ്രാവശ്യം പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ബാംഗ്ലൂരാണ് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. കുഴപ്പമില്ലായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. വേറെ എങ്ങും പോയില്ല, വീട്ടിൽ തന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി കുഞ്ഞിന് സദ്യയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ അങ്ങ് അത്തപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ അങ്ങ് ആഘോഷിച്ചത്. എല്ലാവരും അവിടെ എങ്ങനെയായിരുന്നു ആഘോഷിച്ചത്? അങ്ങനെ അവിയലിനുള്ള എല്ലാം ഞാൻ കുക്കറിൽ തന്നെയാണ് അവിയൽ ഉണ്ടാക്കുന്നത്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. എല്ലാവരെയും വിളിച്ചൊക്കെ ഇരുന്ന് സമയം അങ്ങ് പോയി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടി തോരൻ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ പയറും സവാളയൊക്കെ അരിഞ്ഞ് മെഴുക്കുവരട്ടിക്കുള്ളതൊക്കെ റെഡിയാക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോരൊന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്ത്. മോരുകറി പെട്ടെന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടിക്കകത്തിച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിനകത്തോട്ട് കടുകും ജീരകവും ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഓഫ് ചെയ്തിടുവേ. അതിനകത്തോട്ട് മോരിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കും കേട്ടോ. എല്ലാവരും എങ്ങനെയാണ് മോരുകറി ഉണ്ടാക്കുന്നത്? ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്നങ്ങ് മോരുകറിയായി കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി വെള്ളം കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ആവിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് മെഴുക്കുവരട്ടിയാക്കുക. അപ്പോഴത്തേക്ക് അവിയലിനുള്ള എല്ലാം വെന്ത് വന്നായിരുന്നു. അതിനകത്തോട്ട് ഞാൻ തേങ്ങയും ചുവന്നുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് ഒന്ന് മിക്സിക്കകത്ത് അടിച്ചെടുത്ത് അതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് അവിയലാക്കിയെടുത്ത്. ആ സമയം കൊണ്ട് നമുക്കൊരു പായസം കൂടെ വേണമല്ലോ, ഓണം ഇല്ലയോ. അപ്പം ഞാൻ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുവാണ്. പാലിനകത്ത് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് പാല് തിളച്ച് വന്നപ്പം സേമിയയും കൂടി ഇട്ടിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ സമയം കൊണ്ട് നെയ്ക്കകത്ത് മുന്തിരിങ്ങയും കാഷ്യൂനട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാത്രമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. കുറേ പാത്രം കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം കഴുകി. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ സേമിയ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഈ നെയ്ക്കകത്ത് വറുത്തെടുത്ത മുന്തിരിങ്ങയും കാഷ്യൂനട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പായസത്തിന് മാത്രമല്ല സാമ്പാറും അവിയലും ഒക്കെ നല്ലതായിരുന്നേ. ഇതാ സാമ്പാറും മോരുകറിയും അവിയലും മെഴുക്കുവരട്ടിയും ഉപ്പേരിയും പച്ചടിയും അച്ചാറും ഇത്രയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പരിപ്പ് ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. ഇവിടെ കുഞ്ഞിനൊന്നും അത്ര പരിപ്പ് താല്പര്യമില്ല. പിന്നെ ഉണ്ടാക്കിയിട്ട് ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനത് ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ
സദ്യയൊക്കെ വിളമ്പി. ആദ്യമേ കുഞ്ഞിന് തന്നെ വിളമ്പി. അവൻ ഇലയ്ക്കകത്ത് ഇങ്ങനെയൊക്കെ വിളമ്പി കൊടുത്തപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നേ. പക്ഷെ അത്രയ്ക്കൊന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ അവൻ ഉപ്പേരിയും പപ്പടമൊക്കെ കണ്ടപ്പം അതൊക്കെ ആദ്യം കഴിച്ചു. അതുകൊണ്ട് പിന്നെ ചോറൊന്നും അധികം കഴിച്ചില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.